പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇക്കഴിഞ്ഞ ജൂലൈ മാസം 23 തിരുവനന്തപുരം ഭദ്രാസനാധിപനായി 2 പതിറ്റാണ്ടുകാലം ശുശ്രൂഷ ചെയ്ത പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത തിരുമനസിലെ 26ാം ഓർമ്മദിനം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമ ചാപ്പലിൽ വെച്ച് നടക്കുകയുണ്ടായി. പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത തിരുമനസിൻ്റെ ഓർമ്മ നിർവഹിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, പ്രത്യേകിച്ച് ഈ വർഷം ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ തെളിഞ്ഞു നിന്നത് ഒരു പ്രാതിഭാസികമായ ജീവിതം നയിച്ച ഒരു വലിയ ദൈവമനുഷ്യൻ്റെ ചിത്രമാണ്. പ്രാതിഭാസികമായ ജീവിതം, എ ഫിനോമിനൽ ലൈഫ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അങ്ങനെയായിരുന്നു മാർ ദിയോസ്കോറോസിൻ്റെ ജീവിതം. 1926 ജനനം. 1999 ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി കാലം ചെയ്തു. 73 വർഷക്കാലം മാത്രം ഈ ലോക ജീവിതം. മെത്രാപ്പൊലീത്തയായി ചുമതലയേൽക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായി നിയോഗിക്കപ്പെടുന്നത് 1979 ജനുവരി മാസം 1-ാം തീയതിയാണ്. ഈ 2 പതിറ്റാണ്ടുകാലം മാത്രം പരിശോധിക്കുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ ജീവിതം വൈദിക ശുശ്രൂഷ പ്രത്യേകമായി സവിശേഷമായി പരിശോധിക്കുമ്പോൾ നാം ആദ്യം പറഞ്ഞ ആ വചനം അന്വർത്ഥമാവുകയാണ്. എ ഫിനോമിനൽ ലൈഫ്. പ്രാതിഭാസികമായ ഒരു ജീവിതമായിരുന്നു. എന്താണ് പ്രാതിഭാസികം? സാധാരണഗതിയിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ജനിച്ചു, ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ നമുക്ക് അതോടനുബന്ധിച്ച് ചേർത്ത് വെച്ച് പല കാര്യങ്ങളും അനുസ്മരിക്കാൻ സാധിക്കും. എന്നാൽ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനെ പോലെയുള്ള ആളുകളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ 20 വർഷം 2 പതിറ്റാണ്ടുകൾ മാത്രം നീണ്ടുനിന്ന ജീവിതം പരിശോധിക്കുമ്പോൾ അത് ഒരു പ്രതിഭാസമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ജീവിതം എങ്ങനെ ഈ ലോകത്തിൽ ഇക്കാലം കൊണ്ട് പൂർത്തീകരിക്കുവാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് നമ്മൾ ആ ജീവിതം നോക്കി അത്ഭുതപ്പെടുന്നത് കൊണ്ടാണ് ഈ പ്രതിഭാസപരമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്ന് നാം പറയുന്നതിന് നിർബന്ധിതമാകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുവാനുള്ള കാരണം? അദ്ദേഹം ചുമതലയേൽക്കുന്ന സന്ദർഭത്തിൽ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ 92 ഇടവകകളാണ് ഉണ്ടായിരുന്നത്. പൂർണ്ണമായും എല്ലാ ശുശ്രൂഷകളും, എല്ലാ ഞായറാഴ്ചകളും, അനുഷ്ഠാനങ്ങളും, അതോട് ചേർന്ന ശുശ്രൂഷകളും ഉണ്ടായിരുന്ന ദേവാലയങ്ങളുടെ എണ്ണം അങ്കുലി പരിമിതമായിരുന്നു, വിരലിലെണ്ണാൻ മാത്രം. എന്നാൽ അദ്ദേഹം 20 വർഷം കൊണ്ട് ഈ ആരാധനാലയങ്ങൾ എല്ലാം തന്നെ സജീവമാക്കിയെടുക്കുവാനും വൈദിക ശുശ്രൂഷ അവിടെയെല്ലാം എത്തിക്കുവാനും അശ്രാന്തം പരിശ്രമിച്ചു എന്നുള്ളതാണ്. അജപാലന ശുശ്രൂഷ അങ്ങനെയാണ് അദ്ദേഹം പൂർത്തീകരിച്ചത് മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷയോടൊപ്പം മനുഷ്യരോടുള്ള സ്നേഹം പ്രകാശിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളും അദ്ദേഹം ചേർത്ത് വച്ചിരുന്നു. എപ്പോഴും സർവപ്രധാനമായി നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവുന്നത്, നമ്മളുടെ ഒരു സാക്ഷ്യമായി നിലകൊള്ളുന്നത് 2 സ്ഥാപനങ്ങളാണ്. അലത്തറയിൽ സ്ഥാപിച്ച വികലാംഗ ബാലഭവനം. വികലാംഗ ബാലഭവനം 1982 തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. 86 അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത്. 1990
ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങളുടെ സമുദ്ധാരണത്തിനായി, വിദ്യാഭ്യാസത്തിനായി ദൈവമാതാവായ മർത്തമറിയാം അമ്മയുടെ നാമത്തിൽ മാരിയോൺ പ്ലേ ഹോം അദ്ദേഹം സംസ്ഥാപിച്ചു. ഇന്ന് 170 ശിലുവാനം കുഞ്ഞുങ്ങളുള്ള ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ ഒരു മാതൃകാ വിദ്യാലയം അവിടെയുണ്ട്. അതിൽ 50 പേർ അവിടെ തന്നെ താമസിച്ച് പഠിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ സാഹചര്യം ഒരുക്കണം എന്ന ദീർഘദർശനത്തോടെയാണ് 1990 ആ സ്ഥാപനം ആരംഭിക്കുന്നത്. അങ്ങനെ അലത്തറയിൽ ഹോളി ട്രിനിറ്റി ഹോം ഫോർ ദി ഡിസേബിൾഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന സ്ഥാപനവും, ഇടയിലക്കോണം എന്ന സ്ഥലത്ത് ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ഉള്ള സ്ഥാപനം പിന്നീട് അവിടേക്ക് മാറ്റി സ്ഥാപിച്ചു. അങ്ങനെ ഒരു വലിയ സ്ഥാപനവും ഉയർന്നു വരുന്നതിനുള്ള സാഹചര്യം ഒരുക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യപ്പറ്റുള്ള ഒരു അജപാലന ശുശ്രൂഷയെന്ന്. മൂന്നാമതായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നാം കാണുന്നത് 79 അദ്ദേഹം തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തയായി ചുമതലയേൽക്കുന്നു. 80 കുമാരപുരത്ത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിക്കുകയായി. അവിടെ നിന്നാണ് അലത്തറയിലേക്ക് ഹോളി ട്രിനിറ്റി ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാറ്റി സ്ഥാപിക്കുന്നതിന് പിന്നീട് ഇടയായി തീർന്നത് അദ്ദേഹം തന്നെ. ബിരുദ വിദ്യാഭ്യാസം നൽകുന്നതിന് ഉപയുക്തമായ വിധം ഒരു 10 ഏക്കർ സ്ഥലം അലത്തറയിൽ തന്നെ അദ്ദേഹം ഹെർമോൻഗിരി എന്ന് ഇപ്പോൾ പേരിട്ടിരിക്കുന്നു. ഒരു കുന്നിൻ മുകളിൽ 10 ഏക്കർ സ്ഥലം. അവിടെ ഇപ്പോൾ ഒരു ഫാർമസി കോളേജുണ്ട്. ഡിപ്ലോമ ഇൻ ഫാർമസി, ബാച്ചലർ ഓഫ് ഫാർമസി, അതുപോലെ തന്നെ ഫാം ഡി, ഡോക്ടറേറ്റ് ഇൻ ഫാർമസി, മാസ്റ്റേഴ്സ് ഇൻ ഫാർമസി. മാത്രമല്ല ഇപ്പോഴതൊരു ഫാർമസിയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രമായി ഉയർന്നു കഴിഞ്ഞു. അതോട് ചേർന്ന് 1915 അവിടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജും സംസ്ഥാപിതമായി. അദ്ദേഹം കാലം ചെയ്ത ശേഷമാണ് ഫാർമസി കോളേജ് 2004 ആരംഭിക്കുന്നത്. 2015 ഗ്രിഗോറിയൻ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അവിടെ ആരംഭിക്കുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനമായിരുന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘദർശനവും അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങളും സൃഷ്ടിച്ചെടുക്കുക എന്ന ദീർഘവീക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം 1970 അദ്ദേഹത്തിന് പൈതൃകമായി പിതൃസ്വത്തായി ലഭിച്ച റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമം, ആ സ്ഥലത്താണ് അങ്ങനെ ഒരു സന്യാസ ആശ്രമം അദ്ദേഹം സ്ഥാപിക്കുക. 70 തന്നെ വൈദികനായിരിക്കും സ്ഥാപിച്ചത്. 1980 വികലാംഗ ബാലഭവനത്തോട് ചേർന്ന് തന്നെ അവിടെ ഒരു സന്യാസിനി ഭവനവും ഹോളി ക്രോസ് കോൺവെൻറ്റ് സ്ഥാപിക്കുന്നതിനും അദ്ദേഹം മുൻകൈയെടുത്തു. ഹോളി ക്രോസ് കോൺവെൻറ്റിലെ സന്യസ്ത സഹോദരിമാരാണ് ഈ ജീവകാരുണ്യ സംരംഭം, അതായത് ഹോളി ട്രിനിറ്റി ഹോം ഫോർ ദി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന സ്ഥാപനം നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. അതിനോട് ചേർന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അവരുടെ പ്രത്യേകമായ അധ്വാനത്തിലാണ് മുമ്പോട്ട് നടന്ന് നീങ്ങിയതെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇതോട് ചേർന്ന് നാലാമതായി നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം മിഷൻ സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിനും പ്രത്യേകമായി മുൻകൈയെടുത്തു. മിഷൻ പ്രവർത്തനം നടത്തുന്നതിനായി അദ്ദേഹം മണലിൽ മാർ ഗ്രിഗോറിയോസ് സെൻ്റർ 1983, ചെങ്കോട്ട മിഷൻ 1994, മലയൻകീഴ് മാർ ഗ്രിഗോറിയോസ് മിഷൻ സെൻ്റർ 1998. അജപാലന ശുശ്രൂഷ മനുഷ്യപ്പറ്റുള്ളതാക്കുവാനുള്ള പരിശ്രമം, അജപാലന ശുശ്രൂഷയും മിഷനും കൂടെ ചേർത്ത് പോകുവാനുള്ള ഒരു ദീർഘവീക്ഷണം, അജപാലന ശുശ്രൂഷ സാമൂഹ്യ പ്രതിബദ്ധമാക്കിക്കൊണ്ട് ജീവകാരുണ്യ സംരംഭങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം അടിസ്ഥാനപ്പെടുത്തക്കവണ്ണം വളരെയധികം അധ്വാനിച്ചു. ഇങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആകെക്കൂടെ 2 പതിറ്റാണ്ട് കാലം അദ്ദേഹം പ്രവർത്തനം നിരതമാക്കി. ആയൂരിനടുത്തുള്ള ഒരു വലിയ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇടമുളയ്ക്കൽ വട്ടശ്ശേരിമാർ ഡൈനീഷ്യസ് സെൻറ്റർ, VMDM മെമ്മോറിയൽ സെൻറ്റർ 13 ഏക്കറോളം വരും. വികലാംഗ ബാലഭവനവും സ്കൂളും നിൽക്കുന്ന സ്ഥലം 3.5 ഏക്കറോളം വരും. അതോടൊപ്പം തന്നെ
10 ഏക്കർ സ്ഥലം വരുന്ന വിദ്യാഭ്യാസ കേന്ദ്രം ഹെർമോൻഗിരിയിൽ അലത്തറ തന്നെ. അദ്ദേഹത്തിന് സഭ നീക്കിവെച്ച 23 സെന്റ് സ്ഥലം ഉള്ളൂരിൽ, അവിടെയാണ് ഇപ്പോൾ അരമനയും അതിനോട് ചേർന്നുള്ള ഒരു മുതൽക്കൂട്ടായുള്ള ഒരു കൊമേഴ്സ്യൽ സെന്ററും അതിനോട് ചേർന്ന് ഒരു ചാപ്പലും അരമനയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങളും അദ്ദേഹത്തിനും ഏതാനും പേർക്കും താമസിക്കുവാനുള്ള ഇടവും ഉള്ളൂരിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് ഈ കൊച്ചു കാലയളവിൽ അദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ സാധിച്ചത് എന്ന് നാം പിരിഞ്ഞു നോക്കുമ്പോൾ ആ ജീവിതം നോക്കി നമ്മൾ അത്ഭുതപ്പെടുകയാണ്. പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് അടിസ്ഥാനമിട്ട അദ്ദേഹം ദീർഘവീക്ഷണത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി പൂർത്തീകരിക്കുവാനുള്ള പരിശ്രമത്തിലാണ് പിന്മുറക്കാർ. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അദ്ദേഹം വിഭാവനം ചെയ്തതും അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയതും അതിനാവശ്യമായ അടിത്തറ പാകിയതും അതിന്മേലാണ് പിന്മുറക്കാർ ഇപ്പോൾ കാണുന്ന തിരുവനന്തപുരം ഭദ്രാസന കേന്ദ്രങ്ങൾ, അതിനോട് ചേർന്ന സ്ഥാപനങ്ങൾ എല്ലാം പടുത്തുയർത്തുന്നതിന് പൂർണ്ണമായും സമർപ്പിതമായത് എന്ന് നാം ഓർക്കുന്നു. അങ്ങനെയുമുണ്ടായിരുന്നു ഒരു വ്യക്തിത്വം മലങ്കര സഭയ്ക്ക് എന്നുള്ളത് നാം നന്ദിയോട് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ശരണം. ഞങ്ങളെ നാമും അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു.